മറ്റൊരു റിപ്പോർട്ടിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ വീണ്ടും സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ധനകാര്യം, തുറമുഖം, നിയമം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി കൈവശം വെച്ചിരിക്കുന്നത് പിന്നിലെ താൽപര്യമെന്തെന്ന് ചോദ്യം. അദാനിക്ക് ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെ തുറമുഖ നേതൃസ്ഥാനത്തു നിന്നും മാറ്റാൻ മുഖ്യമന്ത്രി എന്തിന് തിടക്കപ്പെട്ടു? ചോദ്യങ്ങൾ വാളുപോലെ ഇപ്പോഴും തൂങ്ങിയാടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ നിന്നും വിമർശനം. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ചർച്ചയായ ഘട്ടത്തിൽ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് ചില പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി എന്താണ് ഇത്ര താല്പര്യമെടുക്കുന്നത്, അതോടൊപ്പം തന്നെ പുതിയ UDF സർക്കാർ അധികാരമേറ്റ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉൾപ്പെടെ കെ രാഗേഷിന്റെ ഭാഗത്തുനിന്നും ഉയർന്നതാണ്. അത് പിന്നീട് വലിയ വിവാദമായി മാറുകയും CPM-ലെ തന്നെ പല നേതാക്കളും അത് ഏറ്റെടുക്കാത്ത, അല്ലെങ്കിൽ കെ രാഗേഷിന്റെ ആ വാദം തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ചോദ്യം തന്നെ, അല്ലെങ്കിൽ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആ ചോദ്യം തന്നെ വീണ്ടും കെ രാഗേഷ് ഉയർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാഗേഷ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനകാര്യം, തുറമുഖം, നിയമം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചിരിക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? അതുപോലെ അദാനിക്ക് ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെ പോർട്ട് നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വി.ഡി. സതീശൻ എന്തിന് തിടുക്കപ്പെട്ടു? കരാർ ലംഘനം നടത്തി ഓഹരി വിൽപ്പനയുമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യം അദാനിക്ക് എവിടെ നിന്ന് കിട്ടി? അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി മംഗലാപുരത്ത് ചെന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ BJP നേതാക്കളെയും ചില വ്യക്തികളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. ആ മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കെ രാഗേഷിന് വിഴിഞ്ഞം തുറമുഖത്തിൽ ഇത്രമാത്രം ഇൻട്രസ്റ്റ് എന്നുള്ള മറുപടി ആണ് മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ ആ ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യങ്ങളോട് ഇത്തരം ചില പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങൾ മാത്രം നടത്തിയാൽ പോരാ എന്നുള്ള വിമർശനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ രാഗേഷ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കെ രാഗേഷ് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചില ചോദ്യങ്ങളായി മുന്നോട്ട് വെക്കുന്നതാണ് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള കെ രാഗേഷിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രതികരണം വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും വിമർശനം ആവർത്തിക്കുകയാണ്. പ്രധാന വകുപ്പുകൾ എന്തിനാ മുഖ്യമന്ത്രി കൈവശം വെച്ചിരിക്കുന്ന എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. വിശദാംശങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്.